Unmute ചെയ്തിട്ട് പറയാം. Who taught English in the last class? Sai teacher. Sai teacher. But today onwards I am going to take your English. ഇന്ന് മുതൽ ഞാനാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് എടുക്കാൻ പോകുന്നത്. കേട്ടല്ലോ? Are you happy? Are you happy? What do you want your Sai teacher? നിങ്ങൾക്ക് നിങ്ങളുടെ Sai teacher വേണോ അത് എന്നെ വേണോ? Confusion ആയല്ലേ? Sai teacher will take something to you. I think she will take your EVS. നിങ്ങളുടെ EVS ആയിരിക്കും Sai teacher എടുക്കുക. Okay? Today we are going to take our first lesson. Let's help each other. Let's help each other. How many of you have textbooks? എത്ര പേർക്ക് textbook ഉണ്ട്? Please raise your hands. How many of you have textbooks? അത് പിന്നെ എഴുതാം. 8 planets and its satellites. Okay, first lesson. Let us help each other. Let us help each other. What is the meaning of this title? And in the title, let us help each other. I think in your last class, Sai teacher told the meaning of this title, right? Sai teacher ഇതിന്റെ meaning പറഞ്ഞിരുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ കേട്ടല്ലോ അത്. What is the meaning of this title? എന്താ ഈ ടൈറ്റിലിന്റെ മീനിങ്? മറ്റുള്ളവരെ സഹായിക്കൽ. നമുക്ക് പരസ്പരം സഹായിക്കാം. നമുക്ക് പരസ്പരം സഹായിക്കാം. Let us help each other. Now I muted all. ഞാനിപ്പോ എല്ലാരും മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മിസ് പറയാതെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്യാമറയ്ക്ക് മുന്നിൽ കൈ കാണിക്കാം. എന്നിട്ട് മിസ് അൺമ്യൂട്ട് യുവർ സെൽഫ് എന്ന് പറയുന്ന സമയത്ത് മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ഇടയ്ക്കിടയ്ക്ക് മ്യൂട്ട് ഓൺ ആക്കുന്ന സമയത്ത്. കേട്ടല്ലോ? കേൾക്കുന്നുണ്ടോ എന്റെ മക്കളെ? Say yes or no? Yes. റിലു, what happened to you? എന്ത് വെച്ച് റിലു? ഉറക്കം പോയിട്ടില്ല തോന്നല്ലേ? ഇല്ല. മടിച്ചുകുട്ടി. Okay. Where did Siamese stops? എവിടെ വരെയാ Siamese എടുത്തത്? എവിടെ വരെയാണ് എടുത്തത്? ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരൊന്ന് പറഞ്ഞേ. എവിടെ വരെയാ? Okay, Edwin Thomas. എവിടെ വരെയാ എടുത്തത്? ടീച്ചർ ലെസൺസ് ഒന്നും എടുത്തില്ല. ABCD ഞങ്ങൾ എഴുതിപ്പിക്കുമായിരുന്നു ചെയ്തത്. അല്ലല്ലോ, മിസ് പകുതി വരെ എടുത്തില്ലേ നിങ്ങൾക്ക്? ഈ ലെസൺ ഒരു പകുതി എടുത്തില്ലേ? ടീച്ചറെ അന്ന് ഞാൻ വന്നില്ലായിരുന്നു. വന്നില്ല. എന്നാ മിസ് തുടക്കം മുതൽ സ്റ്റാർട്ടിങ് മുതൽ തന്നെ എടുത്താലോ? Are you ready? Say yes or no? It's a story about 4 friends. ഇതാരുടെ സ്റ്റോറിയാണ്? 4 കൂട്ടുകാരുടെ സ്റ്റോറിയാണ്. നമുക്ക് പഠിച്ചു നോക്കാം. കഥ വായിച്ചു നോക്കാം. ഏമിക്കുട്ടി ഹായ്. ഓക്കെ, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. Our first lesson is let us help each other. Let us help each other. നമുക്ക് പരസ്പരം സഹായിക്കാം. Let us help each other. നമുക്ക് പരസ്പരം സഹായിക്കാം. മനസ്സിലായോ? Okay. Long ago, in a small hut in a forest, there lived an old sage. Many young boys came to live with him to study. After many years of studying, they would go away and a new set of students would come.
once more. Long ago, in a small hut in a forest, there lived an old sage. 1 minute. Okay, once more, please listen. Long ago, in a small hut in a forest, there lived an old sage. Sage means what? Sage. Who is sage? സന്യാസി, ജ്ഞാനിയാണല്ലേ? വേർഡ്സിന്റെ മീനിങ് അറിയില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടല്ലോ, ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവര്, അപ്പൊ എഴുതുക സേജ്. യു ഹാവ് ടു റൈറ്റ് ദ ടൈറ്റിൽ ഓഫ് യുവർ ലെസൺ. ആദ്യം എന്ത് വേണം? നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ നോട്ട്ബുക്കിൽ ലെറ്റസ് ഹെൽപ്പ് ഈച്ച് അതർ എന്ന് എഴുതുക. ലെറ്റസ് ഹെൽപ്പ് ഈച്ച് അതർ എന്ന് എഴുതുക. അതിനുശേഷം എഴുതുക നിങ്ങളുടെ ഫസ്റ്റ് ലെസൺ. അതിനുശേഷം ഫസ്റ്റ് വേർഡ് എഴുതുക സേജ്. SAGE sage. SAGE sage. Sage means ജ്ഞാനി അല്ലെങ്കിൽ സന്യാസി. Sage. SAGE sage. ജ്ഞാനി അല്ലെങ്കിൽ സന്യാസി. Did you finish? എഴുതി കഴിഞ്ഞോ? Say yes or no? Okay then. No. Then Nida Fatima write sage. 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 Sage means ജ്ഞാനി. അമ്മേനോട് എഴുതാൻ പറയുമ്പോൾ അമ്മ എടുത്തിട്ടുണ്ടെങ്കിൽ എഴുതിയോ? നോക്ക, ലോങ് എഗോ, ഒരുപാട് കാലം മുന്നേ അല്ലേ? ലോങ് എഗോ in a small hut. Hut means what? Hut. HUT. Hut means what? കുടിലാണല്ലേ? ഹട്ട് മീൻസ് കുടിൽ. കുടിലാണ്, വലിയ വീടൊന്നല്ല, ഒരു കുടിലാണല്ലേ? സ്മോൾ ഹട്ട്, ചെറിയ കുടിലാണ്. Then, did you finish? അറിയാത്ത മക്കൾ എഴുതിയെടുത്തോ? Okay, listen here. Long ago, ഒരുപാട് കാലം മുന്നേ, in a small hut in a forest. Forest means what? Forest. കാട്. Forest means കാട്. അതും അറിയാത്ത മക്കൾ എഴുതിയെടുക്കണേ. Long ago, in a small hut in a forest, there lived an old sage. Old means what? വയസ്സായ അല്ലെങ്കിൽ പഴയതെന്ന് മീനിങ് ഉണ്ട്. ഇവിടെ നമുക്ക് വയസ്സായത് എടുക്കാം. ഓൾഡ് സേജ്. സേജ് നമ്മൾ മീനിങ് പറഞ്ഞു. എന്താണ് സേജിന്റെ മീനിങ്? വാട്ട് യു മീൻ ബൈ സേജ്? ജ്ഞാനി. അപ്പൊ ഒരുപാട് കാലം ഒരു കാട്ടില് ഒരു പഴയ ഒരു വയസ്സായ ഒരു ജ്ഞാനി അല്ലെങ്കിൽ സന്യാസി ഉണ്ടായിരുന്നു. Many young boys came to live with him to study. Many young boys came. Came means it is the past tense of come. Okay? Come, came. Many young boys came to live with him to study. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് ചെറിയ young boys means what? Young means what? Young. 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 എന്ന് വെച്ചാ എന്താ? യുവാക്കൾ നമ്മൾ പറയാറില്ലേ? യുവാക്കൾ. യങ് ബോയ്സ്, യുവാക്കൾ. ഓക്കെ? അപ്പോ മെനി യങ് ബോയ്സ് കെയിം ടു ലിവ് വിത്ത് ഹിം ടു സ്റ്റഡി. അദ്ദേഹത്തിന്റെ അടുത്ത് എന്തിനു വരുമായിരുന്നു? പഠിക്കാൻ വേണ്ടി. ഫോർ സ്റ്റഡി. മെനി യങ് ബോയ്സ് കെയിം ടു sage to study something. നോക്ക, long ago in a small hut in a forest there lived an old sage. Many young boys came to live with him to study. അദ്ദേഹത്തിന്റെ അടുത്ത്, ആ ഓൾഡ് സേജിന്റെ അടുത്ത് ഒരുപാട് യങ് പീപ്പിൾ, യങ് ബോയ്സ് പഠിക്കാൻ വേണ്ടി വരുമായിരുന്നു. എന്നിട്ടോ after many years of studying
ഒരുപാട് കാലം പഠിച്ചതിന് ശേഷം they would go away and new set of students would come. They would go, അവര് ആ പഠിത്തത്തിന് ശേഷം അവരുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലേക്ക് പോകും. And a new set of students would come. അതുകൂടാതെ തന്നെ അവര് വന്ന പോലെ തന്നെ ഒരു ന്യൂ സെറ്റ് ഓഫ് സ്റ്റുഡൻസ്, പുതിയ സെറ്റ് ആൾക്കാർ എന്ത് ചെയ്യും, പഠിക്കാൻ വേണ്ടി വരും. മനസ്സിലായോ? You understand? Say yes or no. Okay then. 1 year, next paragraph, look at the next paragraph. 1 year, a new group of boys came to live with the teacher. 1 year, ഒരു വർഷം. അതിലൊരു വർഷത്തിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്, ഒരു പ്രാവശ്യത്തെ കാര്യമാണ് പറയുന്നത്. A new group of boys came to live with the teacher. ഒരു പുതിയ ഗ്രൂപ്പ് ആ സേജിന്റെ അടുത്ത് താമസിക്കാൻ വേണ്ടി വന്നു. They were a naughty bunch. Naughty means what? What do you mean by naughty? N-A-U-G-H-Y. Naughty means what? Bad. Bad ആണോടാ? കുരുത്തക്കേട്. വികൃതി അല്ലെങ്കിൽ കുരുത്തക്കേടാണ്, വികൃതിയാണല്ലേ, കുസൃതിയാണല്ലേ, വികൃതി അല്ലെങ്കിൽ കുസൃതി. നോട്ടി മീൻസ് വികൃതി. അറിയാത്തവർ എഴുതിയെടുക്കണേ. N-A-U-G-H-T-Y. നോട്ടി. നോട്ടി മീൻസ് വികൃതി. N-A-U-G-H-T-Y. നോട്ടി. കിട്ടിയോ? No. No. N-A-U-G-H-T-Y. naughty. Okay then. They were a naughty bunch. Bunch means കൂട്ടം എന്നുള്ളൊരു മീനിങ്. ഓക്കെ, ആ ഒരു സെറ്റിന് നമ്മൾ ഇവിടെ ബെഞ്ച് എന്ന് യൂസ് ചെയ്യുന്നത്, ബെഞ്ച് എന്ന് ഉപയോഗിക്കുന്നത് ആ ടീമിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു കൂട്ടം. They were a naughty bunch. എങ്ങനെയുള്ള ആൾക്കാരായിരുന്നു അവര്? They were a naughty bunch. These four boys were always fighting with each other. These four friends were always fighting with each other. Each other means what? Parasparam. Each other means what? Parasparam. അവര് എന്തായിരുന്നു അവരുടെ പരിപാടി? എന്താണ് ഇതാ ഫാത്തിമ? They were, four boys were always fighting with each other. Fighting means what? അവരുടെ പണി എന്തായിരുന്നു? ഫുൾ ടൈം പരസ്പരം അടികൂടി ഫൈറ്റ് ചെയ്യലായിരുന്നു അവരുടെ ജോലി എപ്പോഴും. The sage tried to teach them that it was not good to fight. അപ്പൊ സേജ് എന്ത് ചെയ്യായിരുന്നു? എപ്പോഴും പറഞ്ഞു കൊടുക്കായിരുന്നു അല്ലെ? എന്താ പറഞ്ഞു കൊടുക്കാ? The sage tried to teach them that it was not a good to fight. ഫൈറ്റ് ചെയ്യുന്നത് ഒരു ഗുഡ് ഹാബിറ്റ് അല്ല എന്നുള്ള കാര്യം എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും നമ്മുടെ സേജ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. We are all children of God. അദ്ദേഹം എന്താ പറഞ്ഞു കൊടുക്കാന്നറിയോ? We all are children of God. നമ്മൾ എല്ലാവരുടെ ആരുടെ മക്കളാണ്? ഗോഡിന്റെ മക്കളാണ്, ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ എല്ലാവരും. നമ്മളിങ്ങനെ അടികൂടാമോ? നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്യാമോ? പാടില്ല അല്ലേ? ആര് അൺമ്യൂട്ട് ചെയ്യുന്നത് ആരാടോ? ഓക്കെ, എന്നിട്ടോ it's our duty to love and help each other. It's our duty. Duty means what? D-U-T-Y. duty കടമയാണ് അല്ലേ? D-U-T-Y. duty. D-U-T-Y. duty. It's our duty to love and help each other. നമ്മുടെ ഡ്യൂട്ടി എന്താ? നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. നമ്മുടെ ഡ്യൂട്ടി എന്താ? കടമ എന്താണ്? പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഡ്യൂട്ടി. അതാണ് നമ്മുടെ കടമ, അല്ലാതെ ഫൈറ്റ് ചെയ്യുന്നതല്ല. മനസ്സിലാവുന്നുണ്ടോ ജോഹാന? ആർ യു ലിസണിങ്? ഓക്കെ. ഷെയർ അവർ തിങ്സ് ആൻഡ് നോട്ട് ക്വാറൽ. പിന്നെ എന്ത് വേണം? ഷെയർ അവർ തിങ്സ്. ഡു യു ലൈക്ക് ടു ഷെയർ യുവർ തിങ്സ്?
നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളുടെ സാധനങ്ങള് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? യു ലൈക്ക് ടു ഷെയർ യുവർ തിങ്സ്? എന്റെ മക്കള് നല്ല മക്കളാണ് അല്ലേ? എനിക്കറിയാലോ എന്റെ മക്കളെ, നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അല്ലേ? Okay. And not quarrel. Quarrel means what? QUARREL. Quarrel means അടികൂടൽ. അടികൂടൽ, വഴക്കിടുന്നതിന് നമ്മൾ എന്ത് പറയാ? ക്വാറൽ എന്ന് പറയാം അല്ലേ സിദ്ധാന്തേ? ക്വാറൽ. മ്യൂട്ട് ചെയ്യണേ മോനെ. ക്വാറൽ. ഓക്കെ, ദെൻ മീനിങ് കിട്ടാത്തവരുണ്ടോ? ക്വാറൽ മീൻസ് വാട്ട്? വഴക്കിടുക. ക്വാറൽ. QUARREL. ക്വാറൽ. കിട്ടിയോ? സ്പെല്ലിംഗ് കിട്ടിയോ? സ്പെല്ലിംഗ് കിട്ടി അല്ലേ? ദെൻ ഷെയർ ഓവർ തിങ്സ്. നമ്മൾ എന്താ വേണ്ടത്? നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മുടെ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. ക്വാറൽ ചെയ്യാതിരിക്കുക, വഴക്കിടാതിരിക്കുക. എന്നിട്ടോ but they would not listen to him. അവരെന്ത് ചെയ്തില്ല? ആ സേജ് പറഞ്ഞത്, ആ ഓൾഡ് സേജ് പറഞ്ഞത് ശ്രദ്ധിക്കാനേ പോയിട്ടില്ല. Every day they would find a new reason to fight. Every day, എല്ലാ ദിവസവും they would find a new reason to fight. അടികൂടാൻ വേണ്ടി അവരൊരു കാരണം കണ്ടുപിടിച്ചുകൊണ്ടേയിരുന്നു. One day, ഒരു ദിവസം, the wise teacher decided to teach them a lesson. The wise teacher means here the sage. Wise teacher എന്ന് ഇവിടെ ആരാണ്? Sage ആണ്. One day, ഒരു ദിവസം, the wise teacher decided to teach them a lesson. ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ 4 കുട്ടികളെയും ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ വൈസ് ടീച്ചറായ സേജ് തീരുമാനിച്ചു. He called them and said, അദ്ദേഹം അവരെ വിളിച്ചിട്ട് പറഞ്ഞു, Today we will not study. Today we will not study. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നില്ല. Today we will not study. We will have fun. നമുക്ക് കുറച്ച് ഫൺ ഒക്കെ ഉണ്ട്. Today we are going to celebrate അല്ലേ? നമ്മൾ ഇന്നൊന്ന് ആഘോഷിക്കാൻ പോവാണ്. Today we will not going to study. നമ്മൾ ഇന്നൊന്നും പഠിക്കാൻ വേണ്ടി പോകുന്നില്ല. I have organized a feast. ഞാൻ ഒരു ഫീസ്റ്റ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഫീസ്റ്റ് മീൻസ് വാട്ട്? വാട്ട് യു മീൻ ബൈ ഫീസ്റ്റ്? സദ്യയാണല്ലേ? ഫീസ്റ്റ് മീൻസ് സദ്യ. അറിയാത്ത മക്കൾ എഴുതി വെക്കണം. ഫീസ്റ്റ് മീൻസ് സദ്യ. FEAST. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ സ്പെല്ലിംഗ് നോക്കി എഴുതുക. FEAST. ഫീസ്റ്റ്. ഫീസ്റ്റ് മീൻസ് സദ്യ. ബെനീറ്റ കുട്ടിക്ക് അറിയാമോ? Guys, are you listening? Okay. I have organized a feast. Today we are not going to study. Today we have some fun and I organized a feast. അല്ലേ? സേജ് പറയാണ് ഇന്ന് നമ്മൾ പഠിക്കാനൊന്നും പോകുന്നില്ല. ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഞാനൊരു ഫീസ്റ്റ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. Take your next page. ഇതൊക്കെ സൈഡ് ടീച്ചർ എടുത്തതാണോ മക്കളെ? No. Okay. Take your next page. Fifth page. Take a bath and come back soon for lunch. Then Sage said that take a bath and come back soon for lunch. എന്നിട്ട് ആ മക്കളോട് പറയാണ്, ആ 4 കുട്ടികളോട് പറയാണ്, take a bath, ഒന്ന് പോയിട്ട് കുളിച്ചിട്ട് വരിക. And come back soon for lunch. ലഞ്ച് കഴിക്കാൻ വേണ്ടി കുളിച്ചിട്ട് സ്പീഡിൽ വരാൻ വേണ്ടിയിട്ട് ആ 4 ആൺകുട്ടികളോട് പറഞ്ഞു. The boys were excited. അവരെന്താ? നിങ്ങളാണെങ്കിൽ ഒരു ദിവസം നിങ്ങളോട് കളിക്കാൻ പോണ്ട മക്കളെ, നിങ്ങൾ പോയിട്ട് പാർക്കിൽ പോയി കളിച്ചു എന്ന് പറഞ്ഞാല് എന്തായിരിക്കും നിങ്ങളുടെ സ്ഥിതി? What do you feel? നിങ്ങൾക്ക് എന്ത് തോന്നും? എല്ലാവരുടെ മുഖത്തും ചിരി വരുന്നുണ്ട് അല്ലേ? ഇന്നത്തെ ദിവസം ആരും നമ്മൾ ഇതൊന്നും പഠിക്കാൻ പോകുന്നില്ല, നമുക്ക് എല്ലാവർക്കും പാർക്കിൽ പോയി കളിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷാവില്ലേ? അപ്പൊ അതുപോലെ ഈ 4 ആൺകുട്ടികൾക്കും അവരോട് പറയാണ്, ടുഡേ വി ആർ നോട്ട് ഗോയിങ് ടു സ്റ്റഡി. നമ്മൾ ഇന്നൊന്നും പഠിക്കാൻ പോകുന്നില്ല, നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു പറയുന്ന സമയത്ത് they became excited. മാത്രമല്ല നല്ല ഫീസ്റ്റ് ഉണ്ട് അല്ലെ, നല്ല സദ്യ ഉണ്ടെന്ന് പറയുമ്പോഴും they became excited and they became happy. They ran to the river for bath and go back soon. അവർ എന്ത് ചെയ്തു? വേഗം. River means what?
What do you mean by river? R-I-V-E-R, river. പുഴയാണല്ലേ. അവർ വേഗം പുഴയിൽ പോയിട്ട് കുളിച്ചിട്ട് വന്നു. The teacher asked them to sit in a row. The teacher asked them to sit in a row. ഒരു റോ ആയിട്ട് ഇരിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞു. Can you see this picture? Can you see this picture? ഈ പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ? ഇതുപോലെ റോ ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. Okay. Then he placed a banana leaf in front of each one of them. നമ്മൾ എന്തെല്ലാം ഫീസ്റ്റ് കഴിക്കാറ് നജക്കുട്ടി? നജ, are you listening? What are you doing there? Are you playing with your baby? You have to listen here, okay? Then the teacher asked them to sit in a row. He placed a banana leaf in front of each one of them. What do you mean by banana leaf? What do you mean by banana leaf? And the banana leaf? വാഴയിലയാണ് നമ്മൾ ഫീസ്റ്റ് ഏതിൽ സാധാരണ കഴിക്കാറ്? നമ്മൾ വാഴയിലൊക്കെ വെട്ടിട്ടല്ലോ ഫീസ്റ്റ് കഴിക്കാറ് അല്ലേ? Okay, then he placed a banana leaf in front of each one of them. എല്ലാവരുടെ മുമ്പിലും ആ സേജ് എന്ത് ചെയ്തു? ഓരോ ബനാന ലീഫ് വെച്ചു. എന്തിനാ ബനാന ലീഫ് വെച്ചത്? സദ്യ കഴിക്കാൻ വേണ്ടി. Okay. He then served them hot, delicious food with 3 varieties of rice. എന്നിട്ട് എന്ത് ചെയ്തു നമ്മുടെ സേജ്? അവർക്ക് നല്ല ചൂടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, അതും 3 varieties of rice അവരുടെ മുന്നിൽ വിളമ്പി കൊടുത്തു. 2 vegetable dishes, kheer means പായസാണ് അല്ലേ? Kheer and 2 other kinds of sweets. അങ്ങനെ സ്വീറ്റ്സ്, ഖീർ, വെജിറ്റബിൾ ഡിഷസ്, 3 varieties of rice, എല്ലാം കൊണ്ടുള്ളൊരു സദ്യ എല്ലാവരുടെ മുമ്പിലും എല്ലാ വാഴയിലും വിളമ്പി കൊടുത്തു. The boys were thrilled. ഇതൊക്കെ കണ്ടപ്പോ ആർക്ക് സന്തോഷായി? നമ്മുടെ 4 boys അല്ലേ, ആ 4 ആൺകുട്ടികൾക്കും സന്തോഷായില്ലേ? They became excited, they became thrilled. എന്നിട്ടോ before they could eat, the teacher tied a long thick stick to the right hand of each boy. Before they could eat, അവരത് കഴിക്കുന്നതിന് മുന്നേ the teacher tied means what? Tied. What do you mean by tied? എന്താണ് tied? T-I-E-D. Tied means കെട്ടി അല്ലേ? എന്തോ കെട്ടി വെക്കുന്നതിനെ നമ്മൾ tied എന്ന് പറയാ. Before they could eat, the teacher tied a long thick stick to the right hand of each boy. ശ്രദ്ധിക്കാം. The teacher tied a long thick stick. Thick means what? Long means നീളമുള്ളതാണ് അല്ലെ? Thick means what? തടിച്ചത്. Thick stick. Stick means what? What do you mean by stick? വടിയാണ് അല്ലെ? Stick means വടിയാണ്. Thick stick to the right hand of each boy. എല്ലാ ആൺകുട്ടികളുടെയും റൈറ്റ് ഹാൻഡിലില്ലേ എന്ത് കെട്ടിവെച്ചു? ഒരു തടിച്ച നീളമുള്ള സ്റ്റിക്ക് അങ്ങ് കെട്ടിവെച്ചു ആ സേജ്. Can you see this picture? സ്റ്റിക്ക് കെട്ടിവെച്ചത് കാണുന്നുണ്ടോ? ഇവിടെ ക്യാമറയിൽ കാണുന്നുണ്ടോ? മിസ്സിനെ നോക്കുക. കാണുന്നില്ല? ജൂലിയട്ടെ ഉറക്കം വരുന്നുണ്ടല്ലേ? Can you stand up? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? Okay, then sit down. Okay. The teacher tied a long thick stick to the right hand of each boy. എല്ലാവരുടെയും വലത്ത് കൈയില് ഒരു വലിയ നീളമുള്ള തടിച്ച സ്റ്റിക്ക് അങ്ങ് കെട്ടിവെച്ചു. എന്നിട്ടോ now you may eat but use only the right hand. എന്നിട്ട് അവരോട് പറയണേ സേജ്, നിങ്ങൾക്ക് ഇനി കഴിക്കാൻ തുടങ്ങാം. now you may eat but use only the right hand. പക്ഷെ നിങ്ങള് കെട്ടിവെച്ച വലത് കൈ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് മാത്രമേ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. Is it possible? Possible ആണോ അത്?
സ്റ്റിക്ക് നോ. വലിയ വടി കെട്ടി വെച്ച കൈ കൊണ്ട് നമ്മൾ എങ്ങനെയാ കഴിക്ക? അല്ലെ, കൈ മടങ്ങുവോ ഇങ്ങനെ? ഇല്ലല്ലോ. Then he said, now you may eat but use only the right hand. വലതു കൈ മാത്രം ഉപയോഗിച്ചിട്ട് കഴിക്കാൻ പാടുള്ളൂ. The boys picked up the food but their hands could not reach their mouths. The boys picked up the food. After that, after hearing from the sage, they started to eat. അവർ കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. The boys picked up the food. Boys എന്ത് ചെയ്തു? അവരുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് തന്നെ ആ ഫുഡ് എടുത്തു, കയ്യിലെടുത്തു. But their hands could not reach their mouth. പക്ഷെങ്കിൽ അവർക്ക് കൈ മടക്കി അവരുടെ വായിലേക്ക് കൈ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നില്ല. എന്തുകൊണ്ടാ? കൈക്ക് നമ്മള് വലിയ വടി കെട്ടി വെച്ചിട്ടുണ്ടല്ലേ സേജ്? എന്നിട്ടോ the stick would not let them bend their elbows. അവരുടെ കൈ മുട്ട് മടക്കാൻ വേണ്ടിട്ട് കെട്ടി വെച്ചോണ്ട് പറ്റുന്നില്ല അല്ലേ? Then they could smell the wonderful feast. They could see it before them, but they could not eat it. They were very frustrated. ആരാ അൺമ്യൂട്ട് ചെയ്തത്? Okay, listen. They could smell the wonderful feast. അത്രയും നല്ല ഫീസ്റ്റിന്റെ സ്മെല്ല് അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ they could see it before them. അവർക്ക് തൊട്ട് മുന്നിൽ ഈ ഫീസ്റ്റ്, പക്ഷേ they can't eat it. അവർക്കത് കഴിക്കാൻ പറ്റുന്നില്ല അല്ലെ? കാണാൻ പറ്റുന്നുണ്ട്, സ്മെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ അവർക്കത് കഴിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. But they could not eat it. They were very frustrated. അവർക്ക് നിരാശ. Frustration means what? What do you mean by frustration? Frustrated. Frustrated means നിരാശപ്പെട്ടു. Frustration means നിരാശ. മീനിങ് എഴുതി വെച്ച ഫ്രസ്ട്രേഷന്റെ മിസ് ഒന്നുകൂടി സ്പെല്ലിംഗ് പറയാം. FRUSTRATION. Frustration means നിരാശ. സിദ്ധാന്ത് രാവിലെ കുളിച്ച് കുട്ടപ്പനായിട്ട് വന്നിനെ, പക്ഷെ അവന്റെ ഉറക്കം പോയിട്ടില്ല. അല്ല സിദ്ധാന്തേ? ഓക്കെ. They were very frustrated. എന്തുകൊണ്ടാ അവർ ഫ്രസ്ട്രേറ്റഡ് ആയത്? They can see their feast before them, they can smell it, but they can't eat it. അല്ലേ? പക്ഷെ അവർക്കത് കഴിക്കാൻ പറ്റുന്നില്ല. കൺമുന്നിൽ ഉണ്ടായിട്ടും അതിന്റെ ആ വണ്ടർഫുൾ ഫീസ്റ്റിന്റെ സ്മെല്ല് കിട്ടിയിട്ടും അവർക്കത് കഴിക്കാൻ പറ്റുന്നില്ല അല്ലെ? എന്നിട്ട് നോക്ക, the teacher said, ടീച്ചർ പറഞ്ഞു, now put the food in the mouth of the boy near each of you. എന്ത് ചെയ്താൽ മതി? Now put the food in the mouth of the boy near each of you. എൽബോ, നമ്മുടെ കൈമുട്ട് നമുക്ക് മടക്കി നമ്മുടെ വായിലേക്ക് ഇടാൻ, നമ്മുടെ വായിലേക്ക് ഇട്ട് കഴിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്തിരിക്കുന്ന ആളുടെ വായിലേക്ക് അത് വെച്ചു കൊടുക്കാൻ പറ്റില്ലേ? അതിന് നമുക്ക് കൈമുട്ട് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് നമ്മുടെ എൽബോ മടക്കണ്ട, ബെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നേരെ കൊടുത്താ പോരെ. അപ്പൊ സേജ് പറയാണ്, now put the food in the mouth of the boy near each of you. നിങ്ങളുടെ അടുത്തിരിക്കുന്ന കുട്ടീന്റെ വായിലേക്ക്, അടുത്തിരിക്കുന്ന ആളുടെ വായിലേക്ക് നിങ്ങൾ ഇത് വെച്ചു കൊടുക്കൂ. The boys tried to do it and found that they could. എന്നിട്ട് ആ ബോയ്സ് എന്ത് ചെയ്തു? അടുത്തിരിക്കുന്ന ആളുടെ വായിലേക്ക് അത് വെച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കി. Now they were happy. എന്തുകൊണ്ടാ? എല്ലാവർക്കും അവരവരുടെ ഫീസ്റ്റ് കഴിക്കാൻ പറ്റുന്നില്ലേ? സദ്യ കഴിക്കാൻ പറ്റുന്നില്ലേ? മറ്റുള്ളവർ വായിൽ വെച്ച് തന്നിട്ടായാലും ആ ഫീസ്റ്റ് കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ. They became very happy by that. It was messy and funny, and soon with a lot of laughter, all the boys were feeding each other. It was messy and funny,
and soon with a lot of laughter. And they feel it as very funny. അല്ലേ? അവർക്കത് നല്ല ഫണ്ണി ആയിട്ട് തോന്നി. എന്നിട്ടോ and with a lot of laughter, all the boys were feeding each other. അവർ ചിരിച്ചുകൊണ്ട്. Laugh means what? Laugh. L-A-U-G-H. Laugh means ചിരിക്കുക. പൊട്ടിച്ചിരിക്കുന്നത് നമ്മൾ laugh എന്ന് പറയാ. With a lot of laughter, all the boys were feeding each other. ചിരിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്തു? പരസ്പരം ഫീഡ് ചെയ്യാൻ തുടങ്ങി. ഫീഡ് ചെയ്യാൻ മീൻസ് കഴിക്കാൻ കൊടുക്കുക. ഊട്ടുന്നതിന് നമ്മൾ എന്ത് പറയാ? ഫീഡ് ചെയ്യാന്ന് പറയാ. ആദ്യത്തെ with a lot of laughter, all the boys were feeding each other. അവർ പരസ്പരം സ്പീഡിൽ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നു. In no time they felt like old friends. ആ സമയം കൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു? പണ്ട് മുതലേ ഉള്ള നല്ല ഓൾഡ് ഫ്രണ്ട്സിനെ പോലെ, thick ഫ്രണ്ട്സിനെ പോലെ ബിഹേവ് ചെയ്തു അല്ലേ? When they had eaten their rice, the teacher united the sticks from there. Take your next page. Hands and said. നമുക്ക് ഈ പാരഗ്രാഫ്, ലാസ്റ്റ് പാരഗ്രാഫ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്താലോടോ? ഓക്കെ, we can take the rest of this lesson in the next day. നമുക്ക് ടൈം ലിമിറ്റ് ഇല്ലേ? 40 മിനിറ്റ്സ് അല്ലേ ഉള്ളൂ. ഇനി നമുക്ക് 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ആ 1 മിനിറ്റിൽ നമുക്ക് ലാസ്റ്റ് പാരഗ്രാഫ് തീർത്ത് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യാന്നറിയോ? മിസ് ഇപ്പൊ കുറച്ച് സ്പീഡിൽ പോയത്. സൈഡ് ടീച്ചർ ഓൾറെഡി ഇതൊന്ന് ലെസൺ വായിച്ചു തന്നതല്ലേ? ഓക്കെ, ലിസൺ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? എല്ലാവരും അടുത്ത ക്ലാസ്സിലേക്ക് ഇത് നന്നായിട്ട് വായിക്കാൻ പഠിച്ചിട്ട് വരിക. വേറെ ഹോംവർക്ക് ഒന്നുമില്ല. എത്ര പ്രാവശ്യം വായിക്കും നിങ്ങളുടെ ലെസൺ? 3 times is enough. 3 പ്രാവശ്യം മാത്രം വായിച്ചിട്ട് വന്നാൽ മതി. നല്ല മക്കളായിട്ട്, പൊന്നു മക്കളായിട്ട് വായിച്ചിട്ട് വരണം കേട്ടാ. ഓക്കെ, ഒന്ന് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ മിസ്. മിസ് മാത്രല്ല എല്ലാ ടീച്ചേഴ്സും ക്ലാസ് കഴിഞ്ഞിട്ട് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ സമയത്ത് you have to say thank you പറയണം കേട്ടാ. It's a good habit. Thank you teacher. Okay, bye. Miss. Bye. Thank you teacher. Thank you miss.